അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വസ്വലാത്തു തസ്ബീഹി, തസ്ബീഹ് നമസ്കാരം, അതും ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. വഹിയ അർബഉ റക്അഅത്തിൻ ബി തസ്ലീമത്തിൻ ഔ തസ്ലീമത്തൈനി, അത് 4 റക്അഅത്താണ്, ഒറ്റ സലാം കൊണ്ടോ അല്ലെങ്കിൽ 2 സലാം കൊണ്ടോ. 2 രീതിയിലും ആവാം. ളുഹർ നിസ്കരിക്കണ പോലെ ഒറ്റ സലാം കൊണ്ട് 4 റക്അഅത്ത് അങ്ങനെ തസ്ബീഹ് നിസ്കരിക്കുക, 2 ആയിട്ട് മുറിച്ചിട്ട് അങ്ങനെ നിസ്കരിക്കുക. വ ഹദീസുഹാ ഹസനുൻ, അതിലുള്ള ഹദീസ് ഹസനായ ഹദീസാണ്. എന്തുകൊണ്ട്? ലി കസറത്തി തുർക്കിഹി, ഹദീസിൻ്റെ പരമ്പര ധാരാളം ഉള്ളതിന് വേണ്ടി ഹസന് എന്ന പദവിയിലേക്ക് ഉയർന്ന ഹദീസാണ് അതിൻ്റെ ഹദീസ്. അപ്പോൾ തെളിവിന് പറ്റും. ഹദീസ് ഹസനുല്ലി ദാത്തിഹി, ഹസനുല്ലി ഗൈരിഹി, സ്വഹീഹുല്ലി ദാത്തിഹി, സ്വഹീഹുല്ലി ഗൈരിഹി, പല പല തട്ടിലാണ് ഹദീസുകളുള്ളത്. ഇതൊക്കെ അവലംബയോഗ്യമായ ഹദീസുകളാണ്. അപ്പോൾ ഹദീസ് മൊത്തത്തിൽ ഓരോന്നിനടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ബലഹീനത ഉണ്ടെങ്കിലും അതിൻ്റെ ധാരാളം പരമ്പരകൾ കാരണമായിട്ട് അതിൻ്റെ ബലഹീനതയെ പരിഹരിക്കപ്പെടും. വഫീഹാ സവാബുൻ ലാ യതനാഹ, ഈ തസ്ബീഹ് നമസ്കാരത്തിലുണ്ട് അറ്റമില്ലാത്ത പ്രതിഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ നേരിട്ട് വിളിച്ചിട്ട്, അങ്ങേക്ക് ഞാൻ അലാ ഉഴ്ത്തീക അലാ അംനഹുക, ഞാൻ അങ്ങേക്കൊരു സംഗതി തരട്ടെ എന്ന് ചോദിച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇദാ അന്ത ഫഅൽതഹു ഗഫറല്ലാഹു ലക ദംബക, ഞാൻ അങ്ങേക്ക് തരാൻ പോകുന്ന ആ സമ്മാനം അത് അങ്ങ് നിർവഹിക്കുകയാണെങ്കിൽ അള്ളാഹു അങ്ങയുടെ പാപങ്ങളൊക്കെ പൊറുക്കും. ദംബക അവ്വലഹു വ ആഖിറഹു വ ഖദീമഹു വ ഹദീസഹു, ആദ്യമുള്ളതും അവസാനമുള്ളതും, ഖതഅഹു വ അംദഹു, കരുതിക്കൂട്ടി ചെയ്ത പാപങ്ങളും അബദ്ധവശാൽ വന്നുപോയതും, സിർറഹു വ അലാനിയത്തഹു, സ്വകാര്യമായി നിർവഹിച്ചവയും പിന്നെ പരസ്യമായി പ്രവർത്തിച്ചവയും എല്ലാം പൊറുക്കും എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് എന്നവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു നിസ്കാരമാണ് സ്വലാത്തു തസ്ബീഹ്. വമിൻ സമ്മ, ഇതുകൊണ്ട് തന്നെ ഖാല ബഅദുൽ മുഹഖിഖീന, ചില മുഹഖിഖീങ്ങളായ പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്, ലാ യസ്മഉ ബി അളീമി ഫളിഹാ വ യത്റുകുഹാ ഇല്ലാ മുതഹാവിനുൻ ബിദ്ദീൻ. ലാ യസ്മഉ ബി അളീമി ഫളിഹാ, അതിൻ്റെ മഹത്തരമായ പുണ്യത്തെക്കുറിച്ച് കേൾക്കുകയില്ല, വ യത്റുകുഹാ, എന്നിട്ട് ഉപേക്ഷിക്കും ചെയ്യൂല, ഇല്ലാ മുതഹാവിനുൻ ബിദ്ദീൻ, ദീൻ നിസ്സാരമായി കാണുന്ന ആളുകളല്ലാതെ. തസ്ബീഹ് നമസ്കാരത്തിൻ്റെ മഹത്വം കേട്ടിട്ട് അത് ഒഴിവാക്കുന്നവർ ദീനിനെ വില കൽപ്പിക്കാത്ത നിസ്സാരവൽക്കരിക്കുന്ന ആളുകളായിരിക്കും എന്ന് ചില മുഹഖിഖീങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ആ ഹദീസിൽ തന്നെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഫ ഇനിസ്തതഅത, അബ്ബാസ് എന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനിസ്തതഅത തുസല്ലിഹാ ഫീ കുല്ലി യൗമിൻ മറ, എല്ലാ ദിവസവും ഒരു വട്ടം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫഫൽ, നിങ്ങൾ പ്രവർത്തിക്കണം. എന്നും ഒരു പ്രാവശ്യം തസ്ബീഹ് നിസ്കരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നിർവഹിച്ചിരിക്കണം. ഫഇല്ലം തസ്തതി ഫഫീ കുല്ലി ജുമുഅത്തിൻ മറ, എന്നും പറ്റൂല എങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിരിക്കണം. അതിനും പറ്റൂലെങ്കിൽ ഫഇല്ലം തഫ്അൽ, അതും ചെയ്യുന്നില്ലെങ്കിൽ ഫഫീ കുല്ലി ഷഹ്രിൻ മറ, ഓരോ മാസവും ഒരു പ്രാവശ്യമെങ്കിലും നിസ്കരിക്കണം. ഫഇല്ലം തഫ്അൽ, അതിനും പറ്റുന്നില്ല എങ്കിൽ ഫഫിസ്സന മറത്തൻ, വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിർവഹിച്ചിരിക്കണം. അങ്ങനെ അബ്ബാസ് എന്നവരുടെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു നിസ്കാരമാണ് സ്വലാത്തു തസ്ബീഹ്. വയഖൂലു ഫീ കുല്ലി റക്അത്തിൻ മിൻഹാ, ആ 4 നിന്നുള്ള എല്ലാ ഓരോ റക്അത്തിലും അദ്ദേഹം പറയണം, ഹംസത്തം വസബഈന, 75 പ്രാവശ്യം പറയണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 75 വട്ടം ഓരോ റക്അത്തിലും. അപ്പോൾ ടോട്ടൽ എത്രയായി? 4 റക്അത്തിലും കൂടെ ആയിട്ട് 300 തസ്ബീഹുകളായി. ആ 300 തസ്ബീഹ് ചെല്ലേണ്ട നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ സ്വലാത്തു തസ്ബീഹ് എന്നതിൻ്റെ പേര് തന്നെ, തസ്ബീഹുള്ള നിസ്കാരമായതുകൊണ്ട് സ്വലാത്തു തസ്ബീഹ് എന്നാണ് പേര്. 15 ബഅദൽ ഖിറാഅത്തി, 15 തസ്ബീഹുകൾ
ഓത്തിന് ശേഷം ഫാത്തിഹ സൂറത്തും കഴിഞ്ഞിട്ട് ഒരു 15 തസ്ബീഹ്. വഅശറൻ 10 തസ്ബീഹുകൾ ഫീ കുല്ലി മിന റുകൂഇ വൽ ഇഅ്തിദാലി വസ്സുജൂദൈനി വൽ ജുലൂസി ബൈനഹുമാ. റുകൂഅ്, ഇഅ്തിദാല്, 2 സുജൂദുകൾ, 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം, ഈ സ്ഥലത്തെല്ലാം 10 വീതം. അപ്പോൾ എത്രയായി? പിന്നെ നൃത്തത്തിൽ 15, അപ്പോൾ 65ആയി. ബഅദ ദിക്രി, ഈ റുകൂഅ്, ഇഅ്തിദാല്, 2 സുജൂദുകൾ, ഇടയിലെ ഇരുത്തം, അവിടെ 10 വട്ടം ചൊല്ലേണ്ടത് ബഅദ ദിക്രിൽ വാരിദി ഫിഹ, അതത് സ്ഥലത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ദിക്റുകൾക്ക് ശേഷമാണ്. അപ്പോൾ റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീമി വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം പറയുന്നുണ്ടെങ്കിൽ ആ 3 വട്ടം കഴിഞ്ഞിട്ടാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത്. എന്ന പോലെ സുജൂദിലും ഇഅ്തിദാലിലും ഇടയിലെ ഇരുത്തത്തിലുമെല്ലാം അതത് സ്ഥാനത്തുള്ള ദിക്ർ കഴിഞ്ഞിട്ടാണ് ഈ 10 ചൊല്ലേണ്ടത്. പിന്നെ 10 ബാക്കിയുള്ളത് വജിൽസത്തിൽ ഇസ്തിറാഹത്തി, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലും ഒരു 10. അപ്പോൾ 2 സുജൂദ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കൽ സുന്നത്തുണ്ടല്ലോ സാധാരണ നിസ്കാരങ്ങൾക്കൊക്കെ. ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ സുജൂദിന് ശേഷം ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കൽ, അതെല്ലാ നിസ്കാരങ്ങൾക്കും സുന്നത്തുള്ളതാണ്. ആ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ വെച്ചുകൊണ്ടാണ് 10 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത്. അതിൻ്റെ കൂടെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുകൂടെ കൂട്ടിച്ചേർത്താൽ ഫഹുവ ഹസൻ, അത് നല്ലതാണ് എന്ന് ചില ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ഇതാണ് പൂർണ്ണമായ ആ തസ്ബീഹ്. വയുക്കബ്ബിറു ഇൻദ ഇബ്തിദാഇഹ, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം ആരംഭിക്കുമ്പോഴാണ് തക്ബീർ അല്ലേണ്ടത്. അതായത് 2ാം സുജൂദ് കഴിഞ്ഞിട്ട് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ തക്ബീർ ചൊല്ലിൽ സാധാരണ എഴുന്നേൽക്കുക, അവിടെ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തമുണ്ടല്ലോ. സാധാരണ എങ്ങനെയാണ് വേണ്ടത്? സ്വലാത്തു തസ്ബീഹ് അവിടെ ഇരിക്കട്ടെ. സാധാരണ നിസ്കാരങ്ങളാണെങ്കിൽ 1ാം റക്അത്തിൽ നിന്ന് 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ തക്ബീർ ചൊല്ലിക്കൊണ്ട് എഴുന്നേൽക്കുമല്ലോ. ആ തക്ബീർ എപ്പോഴാണ് തുടങ്ങേണ്ടത്, എപ്പോഴാണ് അവസാനിക്കേണ്ടത്? അത് സുജൂദിൽ നിന്ന് തല ഉയർത്തുമ്പോൾ ആ തക്ബീർ ആരംഭിച്ച് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തൊക്കെ ആ തക്ബീറിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കഴിഞ്ഞു പോകണം. അങ്ങനെ തക്ബീർ ഖിയാമിലേക്ക് എത്തുന്നത് വരെ നീളും. ഇതാ സാധാരണ ചെയ്യുക. ഇവിടെ 10 വട്ടം തസ്ബീഹ് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ വെച്ച് ചെല്ലാനുണ്ട്. അപ്പോൾ തക്ബീർ എന്തായാലും നീട്ടാൻ പറ്റൂലല്ലോ. ഒന്നുകിൽ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തിലേക്ക് വരുമ്പോഴാവണം, അല്ലെങ്കിൽ അവിടെ നിന്നാണ് പോകുമ്പോഴാവണം. ഏതാ വേണ്ടത്? ഇബ്തിദാഇൽ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലേക്ക് വരുന്ന സമയത്താണ് തക്ബീർ ചൊല്ലേണ്ടത്. അപ്പോൾ 2ാം സുജൂദിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരിക്കുക, അവിടെ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തിയിരിക്കുക. എന്നിട്ട് ആ ഇരുത്തത്തിൽ വെച്ചുകൊണ്ട് 10 വട്ടം തസ്ബീഹ് ചൊല്ലിയിട്ട് പിന്നെ തക്ബീർ ചൊല്ലാതെ ദൂനൽ ഖിയാമി മിൻഹ, ആ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇല്ല, തക്ബീർ ചൊല്ലാതെ 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുകയും ചെയ്യണം. വയത്തി ബിഹാ ഫി മഹല്ലി തശഹുദി, അത്തഹിയാത്തിൻ്റെ മഹല്ല് ഏതാണ്? ഇരുത്തം. അപ്പോൾ ഇരുത്തത്തിൽ വെച്ചുകൊണ്ട് 10 വട്ടം ചൊല്ലാനുള്ളതിനെ കൊണ്ടുവരേണ്ടതാണ് ഖബ്ലഹു, അത് തശഹുദിനെ മുമ്പാണ് കൊണ്ടുവരേണ്ടത്. അവിടെ മാത്രം മുമ്പാണ്. നൃത്തത്തിൽ ഫാത്തിഹ സൂറത്തും കഴിഞ്ഞിട്ടാണ് 15. റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീമി വബിഹംദി കഴിഞ്ഞിട്ടാണ് 10. ഇഅ്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി കഴിഞ്ഞിട്ടാണ് 10. എന്ന പോലെ സുജൂദിലും ഇടയിലെ ഇരുത്തലൊക്കെ കഴിഞ്ഞിട്ടാണ് 10 ചൊല്ലേണ്ടത്. എന്നാൽ അത്തഹിയാത്തിൻ്റെ അവിടെ തശഹുദിന് മുമ്പാണ് ഇത് ചൊല്ലേണ്ടത്. മുമ്പാ ചൊല്ലേണ്ടാണ്, മുമ്പന്നെ ആയിരിക്കൽ നിർബന്ധമൊന്നുമല്ലേ പറഞ്ഞത്. വ കൗനുഹു ഖബ്ലഹു ലൈസ ബി ഷർത്തിൻ, മുമ്പായിരിക്കുക എന്നുള്ള നിബന്ധനയൊന്നുമല്ല, ഷർത്തൊന്നുമല്ല. ഫയജൂസ് ബഅദു, ശേഷവും ആവാം. ലാക്കിനിൽ അവ്വലു അഖറബു, അങ്ങനെയാണ് നല്ലത്. അതാ പറഞ്ഞ അർത്ഥം. കമാ നസ്സ അലൈഹി ഫി തുഹ്ഫയിലൊക്കെ പറയുന്നുണ്ട്, നല്ലത് തശഹുദിന് മുമ്പായിരിക്കലാണ്. ഈ തശഹുദിന് ശേഷം ചൊല്ലിയാലും തസ്ബീഹ് നിസ്കാരം ശരിയല്ലാതിരിക്കൂല, തസ്ബീഹിൻ്റെ കൂലി കിട്ടാതിരിക്കൂല. നല്ലത് മുമ്പായിരിക്കലാന്ന് മാത്രം. വയജൂസു ജഅൽ 15 ഖബ്ല ഖിറാഅത്തി, ഖിയാമിൽ വെച്ച് ചൊല്ലേണ്ട 10 തസ്ബീഹുകളെ ഖിറാഅത്തിൻ്റെ മുമ്പാക്കൽ വേണമെങ്കിൽ അനുവദനീയമാകും.
വഹീന ഇതിന് അങ്ങനെ ചെയ്യുമ്പോൾ യക്കൂനു അഷ്റുൽ ഇസ്തിറാഹ ഇസ്തിറാഹത്തിൽ ചൊല്ലേണ്ട 10 തസ്ബീഹുകൾ ആയിരിക്കണം. ബഅദൽ ഖിറാഅത്തി അവിടെ അത് ഖിറാഅത്ത് കഴിഞ്ഞ ശേഷമാക്കുക. അങ്ങനെ വേണമെങ്കിൽ ഒരാൾക്ക് ചെയ്യാം. വലൗ തദക്കറ ഫിൽ ഇഅ്തിദാലി ഇഅ്തിദാലിൽ വെച്ചുകൊണ്ട് ഒരാൾക്ക് ഓർമ്മ വന്നാൽ തർക്ക തസ്ബീഹാത്തി റുകൂഇ റുകൂഇലെ തസ്ബീഹുകളെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ഇഅ്തിദാലിൽ വെച്ചുകൊണ്ടാണ് ഓർത്തത് എങ്കിൽ, റുക്കൂഴ് കഴിഞ്ഞ് വന്ന് ഇഅ്തിദാലിലേക്ക് വന്നപ്പോഴാണ് 10 തസ്ബീഹുകൾ റുക്കൂഴിൽ വിട്ടുപോയി എന്നുള്ള കാര്യം ഓർമ്മ വരുന്നത് എങ്കിൽ ലം യജുസിൽ അഊദു ഇലൈഹി റുക്കൂഴിലേക്ക് ആ തസ്ബീഹ് ചെല്ലാൻ വേണ്ടി മടങ്ങിപ്പോകാൻ പറ്റൂല. കാരണം ഈ തസ്ബീഹ് സുന്നത്താണ്. സുന്നത്തായ കാര്യത്തിന് വേണ്ടി ഫർള് മുറിച്ചിട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇഅ്തിദാലിൽ നിന്ന് തസ്ബീഹ് എല്ലാം വേണ്ടി റുക്കൂഴിലേക്ക് മടങ്ങിപ്പോകാൻ പാടില്ല. വലാ ഫിഇലുഹാ ഫിൽ ഇഅ്തിദാലി ഇഅ്തിദാലിൽ വെച്ചുകൊണ്ട് ആ റുക്കൂഇത്തെ 10 തസ്ബീഹ് നിർവഹിക്കാനും പറ്റൂല. 10 ഇഅ്തിദാലിക്ക് 10 ഉണ്ടല്ലോ. റുക്കൂഇൽ നിന്ന് വിട്ടുപോയ 10 കൂടെ ഇഅ്തിദാലിൽ വെച്ചിട്ട് ടോട്ടലി 20 ചെല്ലുക, അതും പറ്റൂല. എന്താ കാരണം എന്നറിയോ? കാരണം അന്നഹു ഈ ഇഅ്തിദാല് റുക്കുനുൻ ഖസീറുൻ അത് ഒരു ഖസീറായ ചെറിയ ഒരു റുക്കിനാണത്. ചെറിയ റുക്കിനായത് കാരണമായിട്ട് ഇടയിലെ ഇരുത്തവും ഈ റുക്കുവിനെ പറ്റിയിട്ട് അങ്ങനെ ഖസീറായ റുക്കിന് എന്നാണ് പറയുക. ഖസീറായ റുക്കിനുകളാകുമ്പോൾ ആ ഖസീറായ റുക്കിനിൽ എന്താണോ ചെല്ലാൻ കൽപ്പിക്കപ്പെട്ടത് അതല്ലാത്ത മറ്റൊന്നിന് വേണ്ടിയിട്ട് അവിടെ സമയം നീട്ടുന്നതും ദീർഘിപ്പിക്കുന്നതും ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇഅ്തിദാൽ വെച്ചുകൊണ്ട് ചെല്ലാൻ കൽപ്പിക്കപ്പെട്ടതൊക്കെ ചെല്ലാം, മറ്റുള്ളത് അങ്ങോട്ട് മാറ്റിവെക്കാൻ പറ്റൂല ഖസീറായ റുക്കിനായത് കാരണമായിട്ട്. ബൽ യഅ്തി ബിഹാ ഫി സുജൂദി മറിച്ച് അതിനെ കൊണ്ടുവരേണ്ടത് സുജൂദിലാണ്. അപ്പോൾ റുക്കൂഇൽ വെച്ച് ചെല്ലാൻ വിട്ടുപോയ 10 ഇഅ്തിദാലിൽ ചെല്ലാതെ സുജൂദിൽ കൊണ്ടുപോയിട്ട് ചെല്ലാം. ഒരാൾ തീരെ തസ്ബീഹ് ചൊല്ലിയില്ലെങ്കിലോ? അലി ശിബറാമുല്ല സിദ്ധരിക്കാണ് ബഖിയ മാലു തറക്ക തസ്ബീഹ കുല്ലഹു എല്ലാ തസ്ബീഹും തസ്ബീഹ് നിസ്കാരത്തിൽ ഒഴിവാക്കി. തസ്ബീഹ് ഇല്ലാത്ത തസ്ബീഹ് നിസ്കാരമാണ്. അല്ലെങ്കിൽ ഔ ബഅദു ഭാഗികമായിട്ട് ഒഴിവാക്കി കുറച്ച് നിർവഹിക്കുകയും ചെയ്തു. വലം യതദാറക്കുഹു അങ്ങനെ ഒഴിവാക്കിയതിനെ അടുത്ത റുക്കിൽ വെച്ചുകൊണ്ട് തിരിച്ചെടുത്തിട്ടില്ല, വീണ്ടെടുത്തിട്ടില്ല. അങ്ങനെ വന്നാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. ഹൽ തബുത്തുൽ ബിഹി സ്വലാത്തുഹു ഔല നിസ്കാരം അതുകൊണ്ട് തസ്ബീഹ് നിസ്കാരം ബാത്തിലാകുമോ ഇല്ലയോ? വൈദാലം തബുത്തുൽ ഫഹൽ യുസാബു അലൈഹ ബാത്തിലാകൂല എന്ന് വന്നാൽ തന്നെ തസ്ബീഹ് നിസ്കാരത്തിന് കൂലി കൊടുക്കുമോ അതോ മുത്തലഖായ സുന്നത്ത് നിസ്കാരമായിട്ടാണ് പരിഗണിക്കപ്പെടുക? വൽ അഖറബു അന്നഹു ഇൻ തറക ബഅദ തസ്ബീഹി തസ്ബീഹിൻ്റെ അല്പം വിട്ടുപോയതാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഹസലഹു അസ്വലു സുന്നത്തിഹ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ അടിസ്ഥാനപരമായ സുന്നത്ത് കിട്ടുമെന്നാണ് വ്യക്തമാകുന്നത്. അതേ സ്ഥാനത്ത് വൈൻ തറക്കൽ കുല്ല എല്ലാ തസ്ബീഹും 300 തസ്ബീഹ് ഒഴിവാക്കിയിരിക്കുകയാണ്, ഒന്നും ചൊല്ലിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത ഇമ്മ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ വഖഅത്ത് ലഹു നഫ്ലൻ മുത്തലഖായ സുന്നത്ത് നിസ്കാരമായിട്ടാണ് അത് സംഭവിക്കുക എന്ന് അലി ശിബ്റ മുല്ലസി പറയുന്നുണ്ട്. വയുസന്നു സുന്നത്താക്കപ്പെടും അല്ലാ യുഖ്ലിയൽ ഉസ്ബൂഅ ഒരു ആഴ്ചയെ ഒഴിവാക്കാതിരിക്കൽ സുന്നത്താണ്. മിൻഹാ തസ്ബീഹ് നിസ്കാരത്തെ തൊട്ട് ഒരാഴ്ചയെ ഒഴിവാക്കാതിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കാരം നിസ്കരിച്ചിരിക്കണം, സുന്നത്താണ്. അവിഷഹർ അല്ലെങ്കിൽ ഒരു മാസത്തെ ഒഴിവാക്കാതിരിക്കൽ, മാസത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കുക. നേരത്തെ ഹദീസ് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തസ്ബീഹ് നമസ്കാരത്തിൻ്റെ രൂപം വിവരിക്കുന്നുണ്ട്. കൈഫിയത്ത് സ്വലാത്തി തസ്ബീഹ് നമസ്കാരത്തിൻ്റെ രൂപം അത് 4 റക്അഅത്തി 4 റക്അഅത്താന്ന് പറഞ്ഞിട്ട് യഖറഉ ഫീഹാ അൽഹാകുമുത് തകാസുർ വൽ അസ്ർ വൽ കാഫിറൂന വൽ ഇഖ്ലാസ്. ഒന്നാമത്തെ റക്അഅത്തിൽ അൽഹാകുമുത് തകാസുർ സൂറത്ത്, രണ്ടാം റക്അഅത്തിൽ വൽ അസ്രി സൂറത്ത്, 3 ഖുൽ യാ അയ്യുൽ കാഫിറൂന, 4-ാം റക്അഅത്തിൽ ഇഖ്ലാസ് എന്ന ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും. വ ബഅദ ദാലിക ഈ ഓത്ത് കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 15 മറത്തൻ ഫിൽ ഖിയാം നൃത്തത്തിൽ വെച്ചുകൊണ്ട് 15, വ 10 ഫിർ റുകൂഇ വൽ ഇഅ്തിദാലി വസ്സജ്ദതൈനി വൽ ജുലൂസി ബൈനഹുമാ 10 വീതം റുകൂഇൽ, ഇഅ്തിദാലിൽ, 2 സുജൂദുകളിൽ, ഇടയിലിരുത്തത്തിൽ, വൽ ഇസ്തിറാഹത്തിലും വ തശഹുദി അത്തഹിയാത്തിലും.
പിന്നെ ഔ യളുമ്മു ഇലൈഹ, അല്ലെങ്കിൽ ഈ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കൂട്ടിച്ചേർക്കാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി കൂട്ടിച്ചേർക്കാം. ഇങ്ങനെ സുയൂത്തി ഇമാം അതിൻ്റെ രൂപം വിവരിക്കുന്നുണ്ട്.